ഹല്ലേലൂയ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ, പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വിരുന്നൊരുക്കും നീ, പരിമള തൈലം പകരുമൻ ശിരസിൽ. കരുണയിൻ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും നീ മരുവിലല്ല എനിക്കും. ഇരവിലൻ ഒളിയായി പകലിലൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലൻ ഒളിയായി പകലിലൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. മരണത്തിൻ നിഴലിൽ താഴ്വരയതിലും ഞാൻ ശരണമായി പരിതപിക്കാതെ വരുമെനിക്കരികിൽ വഴി പതറാതെ. കരം പിടിച്ചെന്നെ നടത്തിടുവാൻ നീ ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവെ നിന്ദയ്ക്കായി. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവെ നിന്ദയ്ക്കായി. എന്നെയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എന്നെയാൽ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. എന്നുള്ളം നിൻ നില ആഴമാം വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. എന്നുള്ളം നിൻ
ഈറനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. ഈറനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എന്നുള്ളം നിന്നിലായി ആഴമാം വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. അങ്ങേപ്പോലെൻ ദൈവമേ അരുളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആലയിലാടുകൾ ഏറെയുണ്ടെങ്കിലും ലോകം മുഴുവൻ സ്വന്തമാണെങ്കിലും നിൻ ദിവ്യ സ്നേഹത്തിൻ സ്പന്ദനമില്ലെങ്കിൽ
ഭാഷണം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ശൂന്യനല്ലേ. മുഴങ്ങുന്ന ചേങ്ങിലെയോ ഞാൻ വെറും ചിലമ്പുന്ന കൈത്താളമോ. മുഴങ്ങുന്ന ചേങ്ങിലെയോ ഞാൻ വെറും ചിലമ്പുന്ന കൈത്താളമോ. ആലയിലാടുകൾ ഏറെയുണ്ടെങ്കിലും ലോകം മുഴുവൻ സ്വന്തമാണെങ്കിലും നിൻ ദിവ്യ സ്നേഹത്തിൻ സ്പന്ദനമില്ലെങ്കിൽ നേട്ടങ്ങളെല്ലാം വ്യർത്ഥമല്ലേ. കൂടെ നടന്നവരും കൂട്ടിനിരുന്നവരും ആവോളം തന്നു ദുഃഖം എൻ്റെ നെഞ്ചിലെ ചങ്കിനുള്ളിൽ. കൂടെ നടന്നവരും കൂട്ടിനിരുന്നവരും ആവോളം തന്നു ദുഃഖം എൻ്റെ നെഞ്ചിലെ ചങ്കിനുള്ളിൽ. ചുറ്റും തിരിഞ്ഞു നോക്കി സങ്കടം ചൊല്ലിടുവാ ആരാരും വന്നതില്ല. സങ്കടം കേട്ടിടുവാൻ ചങ്കിനകത്തൊരു നോവുണ്ടേ ആരാരും കാണാനോവുണ്ടേ. ചങ്കിനകത്തൊരു നോവുണ്ടേ ആരാരും കാണാനോവുണ്ടേ. സ്തോത്രം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അമേൻ. കഷ്ടതയാകുന്ന നൽവാരത്തെ അപ്പൻ നാമുക്കായങ്ങേകിയല്ലോ. തൃക്കൈയാൽ വാഴ്ത്തി തരുന്ന പാനപാത്രം ഒക്കെ കുടിച്ചു അക്കരെ പോകണം. പോകാമിനി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വാരാനേറെ ആളുമില്ല. പൊടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുമ്പോൾ നാമില്ലെങ്കിലും
നമുക്ക് പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. പാപത്തിനാഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കഥനങ്ങൾ മാനസേ വന്നിടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കഥനങ്ങൾ മാനസേ വന്നിടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കനിവിൻ്റെ ചാലുകൾ ഹൃദയത്തിനുള്ളിലായി തീർത്തിടണേ എൻ്റെ സ്നേഹനാഥ. തീർത്തിടണേ എൻ്റെ സ്നേഹനാഥ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ ഹൃദയത്തിനുടയോടെ, ഹൃദയത്തിൻ കവർന്നോനെ. യേശുവേ ഹൃദയത്തിനുടയോടെ, ഹൃദയത്തിൻ കവർന്നോനെ.
ആയിരം വാക്കുകൾ മിണ്ടിയ പോരെ കഥനായ എൻ്റെ ശിവേ ഓ ആയിരം വാക്കുകൾ മിണ്ടിയ പോരെ കഥനായ എൻ്റെ ശിവേ ഓ സുന്ദര രൂപനെ മണ്ണിടം നാഥനെ മാറനാഥ മാറനാഥ സുന്ദര രൂപനെ മണ്ണിടം നാഥനെ മാറനാഥ മാറനാഥ എൻ്റെ നിക്ഷേപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിനുടയോടെ എൻ ഹൃദയത്തിൻ കവർന്നോനെ യേശുവേ ഹൃദയത്തിനുടയോടെ എൻ ഹൃദയത്തിൽ കവർന്നോനെ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ കണ്ണൂനി തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ കണ്ണൂനി തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ എൻ്റെ നിക്ഷേപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നീ തന്നെയാ. ക്രിസ്തലം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘപാളി ദൂരെ താരപാദ വീതിയിൽ ദൂരെ മേഘപാളി ദൂരെ താരപാദ വീതിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീതിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീതിയിൽ എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. പരിശുദ്ധനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, ശുശ്രൂഷിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിയോഗങ്ങളും ആത്മാവിൻ്റെ ശക്തിയും നമുക്ക് ആവശ്യമാണ്. ഗാർഡൻ ഓഫ് ഗെത്സമന പ്രയർ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഏറ്റെടുത്തിരിക്കുന്നതായ ദൗത്യം ദൈവവചനത്തിൽ കൂടെയും ആത്മീയ കൂട്ടായ്മകൾ കൂടെയും ശക്തമായിട്ടുള്ള ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ കൂടെയും ഒരു വർഷക്കാലം കൂടെ ഈ ആത്മീയ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വാട്സാപ്പ് ഗ്രൂപ്പിനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഒരു ഉത്തരവാദിത്തം നിൽക്കുന്നതായിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിന് വളരെ വിധമാകുന്ന ക്ലേശങ്ങളും വെല്ലുവിളികളും അതിനോട് ചേർന്ന് കടന്നു വരും. എന്നാൽ അതിനെയൊക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ ഈ വർഷവും ഗ്രൂപ്പിന്മേൽ ദൈവം പകർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഈ ഗ്രൂപ്പ് ദൈവവചനത്തിൻ്റെ ഘോഷണത്തിലും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിലും
അതുപോലെ നിരാലംബരായവരെ ചേർത്ത് നിർത്തുന്നതിലും ദൈവത്തിൻ്റെ സ്നേഹവും ആഴമായി നമുക്ക് ക്രിസ്തു സന്ദേശത്തിൽ കൂടെ കൊടുക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം പിന്നെ ഈ ഗ്രൂപ്പിനെ സഹായിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലയളവിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ ദൈവത്തിൻ്റെ വൻകരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിലെ അഡ്മിൻ പാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയും സ്വർഗീയ ദർശനത്തോടും ദൈവകൃപകളോടും കൂടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുവാൻ അനേകരുടെ വിടുതലിന്, അനേകരുടെ സൗഖ്യത്തിന്, അനേകരുടെ ആത്മരക്ഷയ്ക്ക് ഇടയാകട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസരമൊരുക്കി തന്നതായിട്ടുള്ള ഇതിൻ്റെ അഡ്മിൻ പാനലിനായും വിശേഷാൽ സിജി സിസ്റ്ററിനായും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം വിജയകരമാകുന്ന വർഷങ്ങളും പ്രവർത്തനങ്ങളും ഗ്രൂപ്പിന് നൽകി സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം. എണ്ണമില്ല നന്മകളിൽ ചൊരിയുവൻ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമല്ലപ്പാ എന്റെ നാവ് ചൊല്ലിടുവനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും യേശുവേ. ഭാവിയാ നീ എന്നെ സ്നേഹിച്ചു, സ്വന്തം ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമല്ലപ്പാ എന്റെ നാവ് ചൊല്ലിടുവനാ. സ്നേഹമോർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും യേശുവേ. അപ്പം സ്തോത്രം സ്തോത്രം, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പം സ്തോത്രം. ഞാൻ ഈ അടുത്ത സമയത്താണ് ഹല്ലേലൂയ സ്തോത്രം ഗാർഡൻ ഓഫ് ഗെത്സമന ഗ്രൂപ്പിൽ അംഗമായി തീർന്നത്. ഈ കുടുംബത്തോട് എനിക്ക് വലിയ ആശംസ പറയാനാണെങ്കിലും നന്ദി പറയാനുണ്ട്. എൻ്റെ മോളുടെ വിഷയങ്ങളൊക്കെയും ഏറ്റെടുത്തവർ, സ്വന്തം മകളെപ്പോലെ പ്രാർത്ഥിക്കുവാൻ ദൈവം എല്ലാ മക്കൾക്കും കൃപ കൊടുത്ത് സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ആശംസ പറയുവാണെങ്കിൽ എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ എല്ലാ മക്കളും നല്ല സ്തോത്രം വിവിധ ഇടങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് കർത്താവേ സ്തോത്രം ഈ ഗ്രൂപ്പ് ഇത്രത്തോളം ഭംഗിയായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കുന്ന ഓരോ കർത്താവ് ആനി സിസ്റ്ററിനും ഫ്രാൻസിസ് ബ്രദറിനും ജയമോൾ സിസ്റ്ററിനും സിജി സിസ്റ്ററിനുമുള്ള കർത്താവെ സ്തോത്രം ആദ്യമായിട്ടുള്ള ആശംസ അറിയിക്കുന്നു. അതുപോലെ എല്ലാം കർത്താവെ എൻ്റെ സ്തോത്രം കുടുംബത്തോടുള്ള സ്തോത്രം, പ്രത്യേകിച്ച് സ്തോത്രം ഗെത്സമന കുടുംബത്തോടുള്ള ആശംസയും അറിയിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് അത്ര അറിവില്ല. സ്തോത്രം നേരിട്ടാണെങ്കിൽ പക്ഷേ അതുകൊണ്ടാണ് ഒത്തിരി എനിക്ക് ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് ഒന്നും അയച്ചുള്ള ശീലമില്ലായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഞാൻ വലിയ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ആശംസ അറിയിപ്പിച്ചുകൊണ്ട് താഴ്മയായിരുന്നു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി കർത്താവ് തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി പൂർത്തീകരിക്കുവാൻ സജ്ജമായി അരയും കൈകളും മനസ്സും മുറുക്കിക്കെട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചുവട് വച്ചിരിക്കുന്ന ഗാർഡൻ ഓഫ് ഗെത്സമന എന്ന പ്രയർ ഗ്രൂപ്പ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ് ക്രിസ്തു തുടങ്ങി വച്ച ദൈവസഭയുടെ പൂർത്തീകരണത്തിന് അന്ത്യകാലത്തിൽ വെളിപ്പെടാനുള്ള ഭാവികാല രക്ഷയിലേക്ക് സഭയെ നയിക്കേണ്ടതിന് സഭയുടെ ആത്മീയവും ആത്യന്തികവുമായിരിക്കുന്ന വളർച്ചയ്ക്ക് വേണ്ടി അതിനെ കറയില്ലാതെ വാട്ടമില്ലാതെ ചുളുക്കമില്ലാത്തൊരു നല്ല മണവാട്ടിയായ സഭയെ നിർത്താൻ വേണ്ടി
ഒരിടക്കാലഘട്ടങ്ങളിൽ വചനം, ആരാധന, പ്രാർത്ഥനകളെല്ലാം നിശ്ചലമായി എന്ന് തോന്നിയ ആ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ വചനം നിശ്ചലമാകാതെ, ആരാധന നിന്നു പോകാതെ, പ്രാർത്ഥനകൾ നിലച്ചു പോകാതെ, അവിടെയും ഇവിടെയും ഒക്കെയായിട്ടിരുന്നു കൊണ്ട്, രാജ്യാന്തരങ്ങളിലിരുന്നു കൊണ്ട്, ദേശങ്ങളിലിരുന്നു കൊണ്ട്, വീടുകളിലിരുന്നു കൊണ്ട്, ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ട്, വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉറപ്പോടെ നിന്ന ഗാർഡൻ ഓഫ് ഗെത്സമനെ എന്ന വാട്സാപ്പ് പ്രയർ ഗ്രൂപ്പിൻ്റെ 5ാമത് വാർഷികത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിന് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഈ ഗ്രൂപ്പ് കാറ്റടിച്ചൊലയുമെന്ന് വിചാരിച്ച പടകിനെ മറിക്കുന്നത് പോലെ മറിച്ചു കളയുമെന്ന് വിചാരിച്ച ഒത്തിരി തിരമാലകൾ ഈ ഗ്രൂപ്പിനെതിരെ ആഞ്ഞടിച്ച ദിനരാത്രങ്ങൾ പുറകിലുണ്ട്. പക്ഷേ അവിടെയെല്ലാം അമരക്കാരനായി ക്രിസ്തു ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ വാർഷികത്തിൻ്റെ പ്രത്യേകത. അമരക്കാരനായി യേശു ക്രിസ്തു ഈ പടകിൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് കഴിഞ്ഞ ഓരോ വർഷവും തലയെടുപ്പോടുകൂടെ നിലകൊള്ളുവാൻ കഴിഞ്ഞത്. ഈ ഗ്രൂപ്പിൻ്റെ 5ാമത് വാർഷികത്തിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ അറിയിക്കുമ്പോൾ ഒട്ടനവധി വേദികൾ എനിക്ക് ഈ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ദൈവവചനം സംസാരിക്കുവാൻ, വചനം പഠിപ്പിക്കുവാൻ വേണ്ടി ലഭ്യമായ വേദികളൊക്കെ ക്രിസ്തുവിൽ ധന്യമായി മെച്ചപ്പെട്ട പദവികളായി ഞാനതിനെ കരുതുകയാണ്. എല്ലാവരെയും മുഖാമുഖം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതരൊത്തിരി പേര് ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പ്രിയ ആൻറ്റി, ജയ ആൻറ്റി ഈ ഗ്രൂപ്പിലുണ്ട്. പ്രിയ സിജി സിസ്റ്റർ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ലൈവിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ. അങ്ങനെ എനിക്ക് മുഖാമുഖം എല്ലാവരെയും അറിയില്ലെങ്കിലും ചിലരെയൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഈ ഗ്രൂപ്പ് വളരെ ഗൗരവമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ വാർഷികം എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു. സുവിശേഷ രണാങ്കണത്തിൽ കാലിടറാത്ത ഒരു പടക്കുതിരയ്ക്ക് സമാനമായി ക്രിസ്തുനാഥൻ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ ഒന്നിനും തടയാൻ പറ്റാത്ത കരുത്തുള്ള, ആത്മശക്തിയുള്ള ഒരു ഗ്രൂപ്പായി, അതിലുപരി ഐക്യതയോടെ, സഹിഷ്ണുതയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഇതിനകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ വന്ദനം ചൊല്ലുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കർത്താവ് വരാൻ വൈകിയാൽ ഇത് വേറൊരു സംരംഭമായി മാറട്ടെ. മറ്റൊരു സംരംഭമായിട്ട്, ഒന്നുകിൽ ചില ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട് അതിനകത്ത് അവിടെവിടങ്ങളിലൊക്കെ ആരാധനകൾ സ്റ്റാർട്ട് ചെയ്യുന്ന, പ്രയർ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് വരാൻ വൈകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും, ഈ ഗ്രൂപ്പിന്, വിശേഷാൽ ഇതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ അതിനെ നാളോളം അതിനെ തികയ്ക്കും. അങ്ങനെ തികയ്ക്കുവാൻ ഈ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് ഓർപ്പിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദ ലോർഡ്. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളംകാരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ
മുൾക്കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീനാൻ മുൾക്കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൻ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൻ തുമ്പമൊന്നും ഭവിച്ചതില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിൻ്റെ മെമ്പറായ സമയം മുതൽ ഈ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കുകയും അത് ഞങ്ങളുടെ ശുശ്രൂഷ വലിയ അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി തരുണത്തിൽ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലും ദൈവകൃപയിലും ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആരംഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥന എല്ലാം വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇനിയും അനേകരുടെ ആശ്വാസത്തിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗസമന ഗ്രൂപ്പിൽ എനിക്കൊരു ഭാഗമാകാൻ ദൈവം തന്ന വിലയേറിയ സമയത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സുഗന്ധധൂപമായി ഉയർത്തിയിടായെന്നും പ്രാർത്ഥന, സുഗന്ധധൂപമായി ഉയർത്തിയിടായെന്നും പ്രാർത്ഥന, സൗരഭ്യമായി താതൻ സന്നിധിയെത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. സൗരഭ്യമായി താതൻ സന്നിധിയെത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. നുറുങ്ങും ഹൃദയത്തെ നിരസിക്കില്ലയവൻ, ആരോടും ആവശ്യം ആകിലാവും. അനർത്ഥം അസംഖ്യമായി വന്നെന്നാകിലും വിടുതൽ തന്നിടും നാഥനവൻ. അനർത്ഥം അസംഖ്യമായി വന്നെന്നാകിലും വിടുതൽ തന്നിടും നാഥനവൻ. സുഗന്ധധൂപമായുയർത്തിയിടായെന്നും പ്രാർത്ഥന, സുഗന്ധധൂപമായുയർത്തിയിടായെന്നും പ്രാർത്ഥന, സൗരഭ്യമായി താതൻ സന്നിധിയെത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. സൗരഭ്യമായി താതൻ സന്നിധിയെത്തുവാൻ ആത്മാവിൽ
ആത്മാവിൽ ജാഗരിച്ചിടാം. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സാത്താനും സൈന്യവും ഓടിടട്ടെ. സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ. അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ. സ്തുതിയിൻ ഘോഷത്താൽ കോട്ടകൾ തകരട്ടെ. അത്ഭുതങ്ങൾ അവൻ ചെയ്തിടട്ടെ. സുഗന്ധധൂപമായർത്തിട എന്നും പ്രാർത്ഥന. സുഗന്ധധൂപമായർത്തിട എന്നും പ്രാർത്ഥന. സൗരഭ്യമായി താതൻ സന്നിധി എത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. താതൻ ബാലവാകെ പക്ഷപാതം ചെയ്യുന്ന താതൻ ബാലവാകെ പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ പുരോഹിതനേശുണ്ട്. പൂർണ്ണ രക്ഷയ്ക്കായി നമ്മെ ഒരുക്കിടാൻ മധ്യസ്ഥനായ അവൻ ജീവിക്കുന്നു. പൂർണ്ണ രക്ഷയ്ക്കായി നമ്മെ ഒരുക്കിടാൻ മധ്യസ്ഥനായ അവൻ ജീവിക്കുന്നു. സുഗന്ധധൂപമായർത്തിട എന്നും പ്രാർത്ഥന. സുഗന്ധധൂപമായർത്തിട എന്നും പ്രാർത്ഥന. സൗരഭ്യമായി താതൻ സന്നിധി എത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. സൗരഭ്യമായി താതൻ സന്നിധി എത്തുവാൻ ആത്മാവിൽ ജാഗരിച്ചിടാം. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ഗാർഡൻ ഓഫ് ഗെത്സമന ഗ്രൂപ്പിൻ്റെ 5ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്രകാരം ഒരു ഹല്ലേലൂയ വലിയൊരു പ്രോഗ്രാം തയ്യാറാക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ ദൈവം ഒരുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഗാനം ആലപിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ താലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു. മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ താലോടലായി എന്നുമേശുവേ. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു. തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു. തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. എന്തോരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. അന്നു വന്നിടുന്നോരാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം
മാറ്റം ഞാൻ അനുഭവിച്ചു. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ പിരിയാത്തൊരാത്മീയ ബന്ധം. എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം. നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാർഡൻ ഓഫ് ഗെത്സമനി എന്ന നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വാർഷിക ദിനമാകുന്ന ഇന്ന് 4 വർഷം തികഞ്ഞു. 5ാം വർഷത്തിലേക്ക് ഇത് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇതിലേക്ക് കടന്നു വന്ന ഒരു ആശംസ അറിയിക്കുവാൻ എന്നെ ക്ഷണിച്ചതാകുന്ന പ്രിയപ്പെട്ട നന്ദി സ്നേഹത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രിയ സഹോദരിക്കും കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഏറ്റവും അനുഗ്രഹമായി തന്നെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2021 ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരാലും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആരാധനകളും പ്രാർത്ഥനകളും ഒന്നും കൃത്യമായി ആർക്കും പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനം നമ്മുടെ കാതുകളിൽ എത്തുവാൻ തക്കവണ്ണം ഇതുപോലെ ഓരോ സന്ദർഭങ്ങൾ ദൈവാത്മാവിൽ ഒരുക്കപ്പെട്ട ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന പോലെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കും. ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് ഒരു മാറ്റമില്ല. കർത്താവ് ഒരാളുടെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തിയെ തുടങ്ങുവാൻ ആഹ്വാനം കൊടുത്തെന്നാൽ അത് കർത്താവ് വരുന്നത് വരെയും അതൊരു പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അത് നാം തന്നെ ആയിരിക്കണം അത് പൂർത്തീകരണത്തിൽ എത്തിക്കണം എന്നില്ല. ചിലപ്പോൾ കർത്താവ് വരാൻ താമസിച്ചാൽ ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ ദൈവാത്മാവ് നിയോഗം തന്നാൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്നതാകുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയാലും കർത്താവിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ നിർത്തുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഇതിനെ ഈ ഗ്രൂപ്പിനെ മാനിച്ച് അനുഗ്രഹിച്ച ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അനേകരുടെ ആത്മീക വർധനവിനും ഇത് കാരണമായി തീരുവാനായിട്ട് ഇടയായി. ദൈവവചനം പറഞ്ഞതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നാം ജാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മുട്ടുന്നതിന് തുല്യമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ സ്നേഹിതന് വേണ്ടിയിട്ടാണ് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ പോയി വാതിൽ മുട്ടുന്നത്. നമ്മൾ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മുട്ടണം അനേകരുടെ വിഷയങ്ങളുടെ വേണ്ടിയിട്ട്. അങ്ങനെ അനേകരുടെ വിഷയങ്ങൾക്ക് മധ്യസ്ഥ അണയ്ക്കുവാൻ ഈ ഗ്രൂപ്പിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേക വിഷയങ്ങൾ ഇടുമ്പോൾ തന്നെ പ്രാർത്ഥിപ്പാനും അനേകർ ദൈവം ഒരുക്കി ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കണ്ട് സന്തോഷിപ്പാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അതുപോലെ ദൈവത്തിനും പറഞ്ഞ പോലെ യാചിപ്പിൻ, അതെ, ആത്മസാന്നിധ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമ്മൾ അധികം യാചിക്കുവാൻ. അപ്പോൾ തന്നെ അന്വേഷിക്കണം എവിടെ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതുമാണ് ഉയരത്തിലുള്ളത്. അത് ദൈവവചനത്തിലൂടെ അന്വേഷിക്കുവാൻ, ആ ദൈവസാന്നിധ്യത്തെ കാണുവാനൊക്കെയും ഇതൊരു നിമിത്തമാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അതിനുള്ള സാവകാശം എത്രയോ പേർക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ, എത്രയോ പേർക്ക് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകാൻ കഴിയാതെ ആയിരിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമായി തന്നെ ഈ കൂട്ടായ്മ എത്രത്തോളം തീർത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെ ചുക്കാൻ പിടിക്കുന്നതാകുന്ന ആക്കി വച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഫ്രാൻസിസ് ബ്രദർ, കുടുംബം, അതുപോലെയുള്ള പ്രിയ സഹോദരിമാരായിരിക്കുന്ന അഡ്മിന്മാരായിരിക്കുന്നവർ ഒക്കെ ആദ്യം മുതലേ ഇതിനുള്ളതാകുന്ന ഓരോ പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. തുടർന്നും കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, അനേകരുടെ ആത്മീക വർധനവിനും അനേകരുടെ ആത്മീക ഉത്തേജനത്തിനും
പിന്മാറ്റക്കാരുടെ മടങ്ങി വരവിനും ഒക്കെയായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിന്നെയും ഈ ഗ്രൂപ്പ് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കും വണ്ണം പിന്നെയും മുമ്പോട്ട് പോകുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ആശംസയും അറിയിച്ചുകൊണ്ട് എൻ്റെ ആശംസ പ്രസംഗത്തിൽ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാർഡൻ ഓഫ് ഗെത്സെമന പ്രയർ ഗ്രൂപ്പിലെ 5ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ആശംസ പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഫ്രാൻസിസ് ബ്രദർ, അതുപോലെ ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ജയമോൾ ആൻറ്റി, ഗ്രൂപ്പിലായിരിക്കുന്ന ദേവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു വർഷമായിട്ട് ഞാനും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യത്തെ ഒരുക്കി തന്നു. അതുപോലെ എനിക്ക് എൻ്റെ പേഴ്സണൽ ജീവിതത്തിന് ഈ ഒരു ഗ്രൂപ്പ് വളരെ അനുഗ്രഹമായിരുന്നു. മെസ്സേജുകൾക്കാണെങ്കിലും ലീഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ വലിയൊരു വേദി, വലിയൊരു അവസരം എനിക്ക് ഈ ഗ്രൂപ്പ് ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന് ഒരു അഡ്മിനായി നിൽക്കുവാനും അഡ്മിൻ ഒരു ഭാഗം ആയി നിൽക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവസരത്തെ നൽകി. പക്ഷേ എൻ്റെ ജോലിയുടെ തിരക്കുകൾ കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഈ ഗ്രൂപ്പിലെ പ്രവർത്തനങ്ങളും ഈ ഗ്രൂപ്പിലെ സഹോദരങ്ങളുടെ പ്രയറും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്, എൻ്റെ അടിയുടെ ജീവിതത്തിനും അടിയുടെ ഫാമിലിക്കും വളരെ ഒരു അനുഗ്രഹമായി തീർന്നിരുന്നു. തുടർന്നും ഇതുപോലെ വരും കാലങ്ങളിൽ ഈ ഗ്രൂപ്പ് അനേകർക്കൊരു ആശ്വാസമായി തീരുവാനായിട്ടും അനേകർക്കൊരു സപ്പോർട്ടീവായി തീരുവാനായിട്ടും ദൈവം ഈ ഗ്രൂപ്പിനെ ഉയർത്തട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും അതുപോലെ അഡ്മിൻസിനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പകലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാർഡൻ ഓഫ് ഗെത്സെമന എന്ന അനുഗ്രഹീതമായ വാട്സാപ്പ് കൂട്ടായ്മയും പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി 4ാം വർഷം പൂർത്തിയാക്കി 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഗ്രൂപ്പിന് ആശംസ അറിയിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കൈകൾ വിരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കർത്തവ്യം പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഞാൻ പാപം ചെയ്യുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആലോചനയും വചനങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സകലർക്കും വേണ്ടി, വിശേഷാൽ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഈ അനുഗ്രഹീത കൂട്ടായ്മയ്ക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ വന്ദനവും പറയുകയും ചെയ്യുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഇത് വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് കടന്നു പോകുവാൻ കരത്തോട് കരം കോർത്തുകൊണ്ട് കർത്താവിൻ്റെ ആലോചനയും വചനവും പ്രാവർത്തികമാക്കി അനവധി വിഷയങ്ങളിൽ ദൈവിക അനുഗ്രഹം കണ്ടെത്തുവാൻ, അനവധി വിഷയങ്ങൾക്ക് ശക്തമായി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗ്രൂപ്പിലെല്ലാവരും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. അധികം വർഷങ്ങൾ, അധിക നാളുകൾ അനുഗ്രഹത്തോടെ ഇത് മുന്നോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം തലമുറയായി ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ, പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ, കൃപയോലുമേഘനാമം പരിപൂജമായിടേണം, തിരു ഇഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും
കരുണാമയ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാകുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. അനസൂര്യനാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. അനസൂര്യമാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതുമേശിടാതെ ഏതേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ആമേൻ. പ്രൈസ് ലോർഡ്. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്മീക്ഷയം. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്മീക്ഷയം. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാളും സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. താങ്ക് യു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗെത്സമന പ്രയർ ഗ്രൂപ്പിൻ്റെ വാർഷിക മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ആശംസ പറയുവാനായിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു,
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അതുപോലെ തന്നെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവവചനത്തെ കൂടി ഓർപ്പിക്കുന്നു, നിങ്ങൾ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥനയും പക്ഷാവാദവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വചനപ്രകാരം മറ്റുള്ളവരുടെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, മറ്റുള്ളവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ പ്രയർ ഗ്രൂപ്പിനെ ഈ ഒരു വർഷക്കാലം ഈ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ നടത്തുവാനിടയായി തീർന്ന സർവശക്തനായ ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഈ പ്രയർ ഗ്രൂപ്പിനെ ധാരാളമായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ പല വിഷയങ്ങളുമായിട്ട് കടന്നു വരട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലെല്ലാം കർത്താവ് അവിടുത്തെ മഞ്ഞും മഴയും ഈ നാളുകളിൽ അയക്കുവാൻ ഇടയായിത്തീരട്ടെ. ധാരാളം പ്രിയപ്പെട്ടവരെ പിന്നെയും ഇതിൽ കൂട്ടിവരുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമയം എനിക്ക് വേണ്ടി വേർതിരിച്ചു തന്ന ഗ്രൂപ്പിനോടും അതിലുള്ള ഭാരവാഹികളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓഫീസിലാണ്. ഞാൻ വിചാരിച്ചത് ഒരു 9 മണിയാവുമെന്നാണ്. എങ്കിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കയറുന്നതും. സിസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, പ്രയർ ഗ്രൂപ്പ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിനെ വെറുത്തുകൊണ്ടല്ല, എന്നിൽ എനിക്ക് തന്നിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയാൻ, ആശംസ പറയാനാണ്. നമ്മുടെ സാധാരണ മീറ്റിംഗ് അനുസരിച്ചാണെങ്കിൽ അധ്യക്ഷനും പിന്നെ ആശംസ പറഞ്ഞവരൊക്കെ ബഹുമാനിക്കുന്ന, അവർക്കൊക്കെ ഒരു നന്ദി പറയുന്ന ചടങ്ങാണ്. പക്ഷെ നമ്മുടെ ദൈവനാമത്തിൽ ഞാൻ അത് പാലിക്കുന്നു. സിസ്റ്ററേയും സിജി സിസ്റ്ററേയും നമ്മുടെ ഫ്രാൻസിസ് ബ്രദറിനെയും പിന്നെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും, പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പ് ആശംസയിൽ നിന്ന് ഞാൻ മാറിപ്പോന്നെങ്കിൽ ക്ഷമിക്കണം. ഈ ഗ്രൂപ്പ് എനിക്ക് ഏറ്റവും ഈ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന എനിക്ക് കോട്ടയം അതിലുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ആക്സിഡൻ്റ് ആയിട്ടിരുന്നപ്പോൾ എൻ്റെ നാത്തൂനാണ് ഇതിനകത്ത് പ്രാർത്ഥന ആവശ്യം ഇട്ടതും പറഞ്ഞതും ഒക്കെ. അപ്പോൾ എന്നെ സിസ്റ്റർ വിളിച്ചു. പക്ഷെ അതൊരു വളരെ അനുഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര വിഷമമുള്ള സമയത്ത് നമ്മൾ ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോടങ്ങ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതിന് ഓരോ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അന്നേരം പ്രാർത്ഥന വരുന്നില്ലായിരുന്നു, കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കേണ്ട ഭാഗത്തെല്ലാം പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു ഈ ഗ്രൂപ്പിനെ. ദൈവനാമത്തെ ഓഫീസായതുകൊണ്ട് അധികം പറയാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് മാറിയെന്നാണ് പറയുന്നത്. എൻ്റെ പേര് പെട്ടെന്നാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ്. ദൈവനാമം ബഹുത്തപ്പെടട്ടെ. ഈ ഗ്രൂപ്പിൽ അംഗമായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇനിയും ഗ്രൂപ്പ് മെച്ചപ്പെടട്ടെ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച ഗതശമന പോലെ തന്നെ എപ്പോഴും പ്രാർത്ഥന വരുന്ന ഒരു ഗ്രൂപ്പായി തീരട്ടെ. ആമേൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചതിൽ അസൽഫലം. എങ്കിലും ഈ കൊമ്പിനെ
തള്ളിയില്ല ഏഴയെ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ஆண்டவரே உன் பாதம் சரணடைந்தே அடிமை நானையா. ஆண்டவரே உன் பாதம் சரணடைந்தே அடிமை நானையா. ஆயிரம் ஆயிரம் துன்பங்கள் வந்தாலும் அகன்று போக மாட்டேன், உம்மை விட்டு அகன்று போக மாட்டேன். ஆண்டவரே உம் பாதம் சரணடைந்தே அடிமை நானையா. ஒவ்வொரு நாளும் உம் குரல் கேட்டு அதன்படி நடக்கின்றேன். ஒவ்வொரு நாளும் உம் குரல் கேட்டு அதன்படி நடக்கின்றேன். உலகினை மறந்து உம்மையை நோக்கி ஓடி வருகின்றேன். உலகினை மறந்து உம்மையை நோக்கி ஓடி வருகின்றேன். ஆண்டவரே உன் பாதம் சரணடைந்தே அடிமை நானையா. பாலிபன் தனது வழித்தலையே எத்தனா சுத்தம் பண்ணுவான். பாலிபன் தனது வழித்தலையே எத்தனா சுத்தம் பண்ணுவான். தேவனை உமது வார்த்தையின் படியே காத்து கொள்வதனா. தேவனை உமது வார்த்தையின் படியே காத்து கொள்வதனா. ஆண்டவரே உம் பாதம் சரணடைந்தே அடிமை நானையா. வேதத்தில் உள்ள அதிசயம் அனைத்தும் நன்கு புரியும்படி வேதத்தில் உள்ள அதிசயம் அனைத்தும் நன்கு புரியும்படி தேவனே எனது கண்களையே இன்னமும் திறந்தருளும். தேவனே எனது கண்களையே இன்னமும் திறந்தருளும். ஆண்டவரே
உன் பாதம் சரணடைந்தேன். அடிமை நானையா ஆண்டவரே, உன் பாதம் சரணடைந்தேன். அடிமை நானையா. ஆயிரம் ஆயிரம் துன்பங்கள் வந்தாலும் அகன்று போக மாட்டேன். உன்னை விட்டு அகன்று போக மாட்டேன். ஆண்டவரே, உன் பாதம் சரணடைந்தேன். அடிமை நானையா, அடிமை நானையா. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗാർഡൻ ഓഫ് ഗെത്സമന ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നു. ഇന്നത്തെ ഇതിൻ്റെ 5ാം വാർഷികം, അത് പാട്ട് ഗ്രൂപ്പിൻ്റെ 4ാം വാർഷികം. ഇതുവരെ അനുഗ്രഹിച്ച ദൈവം ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, മുന്നോട്ടും ഈ ഗ്രൂപ്പിനെ ജയോത്സവമായി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിൻസ്, കോർഡിനേറ്റർ, ഇതിൻ്റെ ഭാരവാഹികളെല്ലാവരെയും ബലമുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഹല്ലേലൂയ, ഓ ഗ്ലോറി. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വാസ്തവത്തിൽ ചെറുകഥയല്ല, ഒരു ജീവിത സാക്ഷ്യം തന്നെയാണെന്ന് പറയാം. യെസ്, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ തന്നെയും എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഗ്രൂപ്പിനോടുള്ള എന്നെ നന്ദി ഹൃദയംഗമമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചെറുകഥയല്ല, വാസ്തവത്തിൽ ഒരു ജീവിത സാക്ഷ്യമാണ്. ആഫ്രിക്കയിൽ 25 വർഷം വിശ്വസ്തയോടെ അനേകരുടെ കണ്ണുനീർ ഒപ്പിയ ഒരു മിഷണറി ആയിരുന്നു സാമുവേൽ മോറിസൺ. ശരീരം രോഗാവസ്ഥയിലായപ്പോൾ അദ്ദേഹം തൻ്റെ സ്വദേശമായ അമേരിക്കയിലേക്ക് തിരികെ വരുവാൻ തീരുമാനിച്ചു. അതേ കപ്പലിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ടെഡി റൂസ്വെൽറ്റും ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ 3 ആഴ്ച വേട്ടയ്ക്ക് പോയി മടങ്ങി വരികയാണ് റൂസ്വെൽറ്റ്. ന്യൂയോർക്ക് തീരത്ത് ആ കപ്പൽ അടുത്തപ്പോൾ നഗരം മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. അന്തരീക്ഷം മുഴുവൻ പാട്ടുകൾ കൊണ്ട് നിറഞ്ഞു. ജനങ്ങൾ ആവേശത്തോടെ കരങ്ങളടിക്കുന്നു. ഒരു രാജാവ് അർഹിക്കുന്ന എല്ലാ സ്വീകരണവും അവിടെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഓ ഗ്ലോറി, ഹല്ലേലൂയ. പ്രസിഡന്റിൻ്റെ മുഖം കണ്ടപ്പോൾ ജനം മുഴുവൻ ആർക്കുവാൻ തുടങ്ങി. പ്രസിഡന്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സാമുവൽ മോറിസണും ശാന്തമായി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിലെ ആരും ആ വലിയ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞില്ല. രോഗിയായിരുന്ന അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകുവാൻ ആരും വന്നില്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോകുവാൻ ഒരു വാടക വാഹനം പോലും ഇല്ലാതെ അവിടെ നിന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് മനംനുറുങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അമേരിക്കയുടെ പ്രസിഡന്റ് ആഫ്രിക്കയിൽ 3 ആഴ്ച വേട്ടയ്ക്ക് പോയി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജനസഞ്ചാരം ആഘോഷത്തോടെ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൃഗങ്ങളെ കൊന്നിട്ട് വന്ന അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം എത്ര വലുതായിരിക്കുന്നു. ഞാനാകട്ടെ 25 വർഷം ആഫ്രിക്കയിൽ തൻ്റെ ആയുസ് മുഴുവനും നൽകി അനേകരുടെ മുറിവുകൾ ഉണക്കി മടങ്ങി വന്ന് എന്നെ സ്വീകരിക്കുവാൻ എൻ്റെ പട്ടണത്തിൽ ഒരാൾ പോലും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ സമയം തൻ്റെ അകത്തളത്തിൽ ഒരു ദൈവിക ശബ്ദം മുഴങ്ങി: മകനെ, നീ ഇതുവരെയും നിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല. നിൻ്റെ ഭവനം ന്യൂയോർക്കല്ല, അങ്ങ് സ്വർഗത്തിലാണ് നിന്നെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന നഗരം. സ്വർഗീയ നഗരമാണ്. നാം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്യമാണിത്. നമ്മുടെ കഷ്ടപ്പാടുകളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുകയില്ല. ഈ ഭൂമി നമ്മുടെ സ്വന്തമല്ല. ഈ ഭൂമിയിലെ ഒരു പട്ടണവും നമ്മുടേതല്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരവും ഭവനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ചിതലരിക്കുന്ന ഈ ഭൂമിയിലെ നന്മകൾ താൽക്കാലികമാണ്. നിത്യമായത് നൽകുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് നിത്യഭവനവും ദ്രവത്വമില്ലാത്ത ശരീരവും ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ശരീരവും ദൈവം വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ പ്രശംസ നാം പ്രതീക്ഷിക്കരുത്. ഈ ഭൂമി അർഹതയില്ലാത്തവരെ അഭിനന്ദിക്കുന്നു. കപടഭക്തർക്കും അഭിനയിക്കുന്നവർക്കും സ്വാധീനമുള്ളവർക്കും അധികാരങ്ങൾ ലഭിക്കുന്നു. അംഗീകാരങ്ങൾ അർഹിക്കുന്ന എത്രയോ പേർ തഴയപ്പെടുന്നു. എത്രയോ പേർ അർഹിക്കാത്ത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. എന്നാൽ അവയെല്ലാം താൽക്കാലികമാണ്. മനുഷ്യൻ നൽകുന്നതെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കും. എന്നാൽ നാം ദൈവിക പ്രതിഫലത്തിനായി കാത്തിരിക്കുന്നു. ആ സ്വർഗീയ തീരത്ത് ആ നല്ല നാഥൻ പൊൻകിരീടങ്ങളായി നമുക്കത് നൽകും. പ്രൈസ് ദി ലോർഡ്. നീതിയുടെയും തേജസ്സിൻ്റെയും പ്രശംസയുടെയും ജീവൻ്റെയും കിരീടങ്ങൾ നമുക്ക് നമ്മുടെ നാഥൻ തന്നെ നൽകും. വേദനിക്കുന്നവൻ അന്ന് ആശ്വസിക്കും. അന്ന് അവരുടെ ഒറ്റപ്പെടലുകൾക്കും കണ്ണുനീരിനും വേദനയ്ക്കും മുറവിളിക്കും അർത്ഥമുണ്ടാകും. പ്രിയരെ, നാം ഇതുവരെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നാം ഇതുവരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല. എന്നാൽ ആ വീട്ടിൽ നാം ഏതു നിമിഷവും ചെന്നു ചേരാം. ആ വിളി നമുക്ക് ഏതു സമയവും ലഭിക്കാം. ഒരുങ്ങിയിരിക്കുക. നമ്മുടെ സ്വന്തം ഭവനത്തിൽ ചെന്ന് ചേരുവാൻ കൂടാരമായ നമ്മുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോകും. കൈപ്പണി അല്ലാത്ത നിത്യഭവനമായൊരു കെട്ടിടം ഹല്ലേലൂയ നമുക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിന് അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്നും പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലെ അത്രേ ഞങ്ങൾ ഇരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നാം ശരീരത്തിൽ വസിച്ചാലും ശരീരത്തെ വിട്ടാലും നമ്മൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കും. യേശ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഷോർട്ട് സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഈ അവസരത്തിന് നല്ല ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു എവരിബഡി. ഉമ്മളകാന കൺകളെന്നെ കണ്ടതാനേ, മുടിந்து என்னை உயர்த்தியோனே உயர்வாழ்கின்ற யாரும் அறியாத என்னை நன்னாய் அறிந்து சேர்த்து வச்ச நல்ல நேசரே, ഉമ്മളകാന കൺകളെന്നെ കണ്ടതാനേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏറിയ മണിക്കൂറുകൾ നീണ്ടുനിന്ന ദൈവസന്നിധിയിലുള്ള നന്ദി അർപ്പണത്തിന് ഞങ്ങളുടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തൃക്കൈ തൊട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ദൈവമഹത്വം ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം സഹായിക്കും. അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ. അതിശയങ്ങൾ ഞങ്ങൾ വീണ്ടും സംസാരിക്കട്ടെ. ഈ ശുശ്രൂഷ അതിനായി നീ വേർതിരിക്കും. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധരായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് വചനത്തിലൂടെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, കുനിഞ്ഞു നിൽക്കുന്നവരെ നിവർത്തുന്ന വചനം. ഓ കർത്താവെ, സ്തോത്ര പച്ച ബദ്ധന്മാർക്ക് വിടുതൽ തരുന്ന വചനം. ഇന്ന് രാത്രി കർത്താവെ, അങ്ങ് സ്വാതന്ത്ര്യത്തിനായി നന്ദി പറയുന്നു, പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു. അപ്പച്ച കർത്താവെ, പലരും അപ്പച്ച ജീവിതത്തിൽ തന്നെ ക്ഷീണിച്ച് അപ്പച്ച എല്ലാം ഉണ്ടെങ്കിലും എല്ലാ ദൈവശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം പരാജയങ്ങൾ അനുഭവിക്കുന്ന മേഖലയ്ക്കകത്ത് നിൽക്കുന്നവരെ അങ്ങ് സന്ദർശിച്ചുവല്ലോ, ബലപ്പെടുത്തിയല്ലോ. അധികമായി ഫലം കായ്ക്കുവാൻ, ദേശത്തിൻ്റെ നടുവിൽ അധികം പ്രത്യാശയോടുകൂടി ചെയ്യുവാൻ, വിടുതലോടുകൂടി അനുഭവിച്ചുകൊണ്ട് കർത്താവെ മുന്നേറുവാൻ അവർ അനുഗ്രഹിച്ചാട്ടെ. കേട്ടവരെല്ലാവരെയും അങ്ങ് ശക്തീകരിക്കണം. ഇതിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ശക്തീകരിക്കണം. പപ്പ, അങ്ങ് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. വന്നവരെയും നിന്ന് കേട്ടവരെയും എവിടെയെല്ലാമോ നിന്നു അവിടെയെല്ലാം ദൈവസാന്നിധ്യം പകരട്ടെ. അവിടെയെല്ലാം ഒരു വലിയൊരു അനുഭവം ഉണ്ടാകട്ടെ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് അറിയുവാൻ ആ റൂമിനകത്ത് തന്നെ, ആ വാഹനത്തിനകത്ത് തന്നെ നിന്ന സ്ഥലത്തൊക്കെ ആ പരിശുദ്ധമാവിൻ്റെ ഗ്ലോറിയസ്, ആ തേജസ് ഇറങ്ങി വന്ന് വ്യാപരിക്കുന്നത് പോലെ അവർ ഫീൽ ചെയ്യട്ടെ. കർത്താവ്, അവിടെയെല്ലാം ഉണർവുകൾ ഉണ്ടാകട്ടെ. അവിടെയെല്ലാം ദൈവശക്തി പകരട്ടെ. അവിടുത്തെ ഭിന്നതകളെല്ലാം മാറിപ്പോകട്ടെ, ആകുലതകളെല്ലാം മാറിപ്പോകട്ടെ. വചനത്തിൽ അടിയനെ ശക്തീകരിച്ചല്ലോ, നിലനിർത്തിയല്ലോ, അധികാരപ്പെടുത്തിയല്ലോ.
കർത്താവേ, ഇതിൽ അഗ്നിപ്പാലിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ അപ്പച്ച അനുഗ്രഹിക്കണം. അപ്പച്ച പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം. ഇനിമേൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ദൈവകൃപയുടെ വാഗ്ദത്തപ്രകാരം നിലനിന്ന് വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്ത് അധികം കർത്താവെ ജനങ്ങളെ നിത്യതയിലേക്ക് ഒരുക്കുവാൻ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കുവാൻ, തലമുറകളെ എഴുന്നേൽപ്പിക്കുവാൻ, ഹാറ്റുനറിയുന്ന ഒട്ടഞ്ഞു പോയതിനെ ചിലതിനെ വാർത്തെടുക്കുവാൻ പ്രിയ ഗ്രൂപ്പുകൾക്കാവട്ടെ, അതിലുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും കഴിയട്ടെ. മുഴുവൻ മഹത്വം ഏൽപ്പിക്കുന്നു. നാളെ മുതലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും പ്രിയ ജനങ്ങൾക്കും കർത്താവെ ദാസിദാസന്മാർക്കും അങ്ങ് അനുഗ്രഹിക്കണം. മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു. ആകുന്നത് കൃപയാലാകട്ടെ പച്ച മുഴുമഹത്വം ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും വചനം കേട്ട എല്ലാവരോടും ലുദിയയുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് പരിശുദ്ധാത്മ മണ്ഡലത്തിൽ അങ്ങ് തുറന്നതിനായി നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇത്രത്തോളം ചെയ്യും തന്നെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. സ്തോത്രം.